പ്രകാശ് ബാബു അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള പ്രതികരണവും ഇന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ PM ശ്രീ വിഷയത്തിൽ CPM-നെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമായ പ്രകാശ് ബാബു പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ അവസ്ഥയിൽ വിഷമം തോന്നിയിട്ടുണ്ട്. ചോദ്യങ്ങൾക്കെല്ലാം മൗനം മാത്രമായിരുന്നു ബേബിയുടെ ഉത്തരമെന്നാണ് പ്രകാശ് ബാബു പറഞ്ഞത്. എന്നാൽ D രാജയുടെ എല്ലാ ചോദ്യങ്ങൾക്കും താൻ ഉത്തരം പറഞ്ഞതാണ് എന്നും പ്രകാശ് ബാബുവിനോട് മറ്റൊരു മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് MA ബേബി തിരിച്ചു വ്യക്തമാക്കിയത്. കേരളത്തിലെ പാർട്ടിയോടും ഗവൺമെൻറ്റിനോടും ഇതൊന്ന് പുനഃപരിശോധിക്കാൻ കഴിയുമോ, അതിനുവേണ്ടി ഒരു ആലോചനയെങ്കിലും നടത്താൻ കഴിയുമോ എന്നുള്ളത് ചോദിച്ചു. അതെല്ലാം ചോദിച്ചു. അതിലെല്ലാത്തിലും മൗനമായ ഒരു മറുപടിയാണ്. അദ്ദേഹത്തിൻ്റെ മറുപടി മൗനമായിരുന്നു. സത്യത്തിൽ എനിക്കതൊരു വിഷമമുണ്ടാക്കി. വ്യക്തിപരമായി ബേബിയെ നന്നായിട്ട് അറിയാവുന്ന, ബേബിക്ക് കഴിവുണ്ട്, ബേബിക്ക് നല്ലതുപോലെ ഇടപെടാൻ അറിയാവുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടോ ബേബി ഒരു നിസ്സഹായത പ്രകടിപ്പിച്ചു. കുറച്ച് ശക്തി അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കടം വാങ്ങിക്കാം. ഈ നിൽപ്പ് കണ്ട അറിഞ്ഞുകൊണ്ട് നിസ്സഹായനാണെന്ന് മനസ്സിലായില്ലേ ആള്? ഈ നിൽപ്പ് കണ്ടാൽ അറിഞ്ഞുകൊണ്ട് നിസ്സഹായനാണെന്ന് സാമാന്യ ബുദ്ധിയും യുക്തിയുള്ള ആർക്കും ഇത് മനസ്സിലാവും. ഇങ്ങനെ ഒരു തർക്കം കൂടി നിലനിൽക്കുകയാണ്. PM ശ്രീ കരാറിൽ നിന്ന് പിന്മാറണമെന്ന് ആവർത്തിക്കുന്നുണ്ട് CPI. CPM ജനറൽ സെക്രട്ടറി MA ബേബിയെ കണക്കിന് വിമർശിക്കുന്നുമുണ്ട് CPI. അതിന്റെ പ്രകാശ് ബാബുവിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, പന്തെല്ലാം ഈ കോർട്ടിലേക്ക്, കേരള ഘടകത്തിലേക്ക് വിട്ടു എന്ന് പറയുമ്പോൾ പോലും ദേശീയ തലത്തിൽ ആ ഒരു തലത്തിൽ ഉൾപ്പെടെ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. CPM-നെ കണക്കിന് വിമർശിക്കുന്നുണ്ട്. പ്രകാശ് ബാബുവിന്റെ പ്രതികരണം ഉൾപ്പെടെ കേട്ടതാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചാലും ഈ വിമർശനം അത് നിൽക്കേണ്ട രീതിയിൽ തന്നെ നിൽക്കും. ചർച്ചകൾ വലിയ തോതിൽ തുടരേണ്ടതുമുണ്ട്. ഏത് രീതിയിലും അനുനയിപ്പിക്കണം എന്നുള്ള സൂചന തന്നെയാണ് ഓരോ ഇടത്തു നിന്നും നമുക്ക് ലഭിക്കുന്നതല്ലേ? പൂജ, ഈ കാര്യത്തിൽ CPIയുടെ നിലപാട് വളരെ ക്ലിയർ ആണ്. പക്ഷേ ഇപ്പോഴും ഒരു ഇടപെടൽ അത് ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. അതായത് ആവശ്യമെങ്കിൽ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് D രാജയായാലും MA ബേബി ആയാലും ഇപ്പോഴും വ്യക്തമാക്കുന്ന കാര്യം. പക്ഷേ പന്ത് പൂജ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കൃത്യമായിട്ടും കേരളത്തിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ കോർട്ടിലേക്ക് പോയിരിക്കുകയാണ്. നാളത്തെ ആലപ്പുഴയിൽ വെച്ച് ചേരുന്ന CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് സെക്രട്ടേറിയറ്റ് വളരെ പ്രധാനമായിരിക്കും. അതിലായിരിക്കും തുടർ തീരുമാനങ്ങൾ. ഈ കാര്യത്തിൽ എന്തൊക്കെ നടപടികൾ CPI കൈക്കൊള്ളാൻ പോകുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു ധാരണ ഉണ്ടാവുക. ഒരുപക്ഷെ പ്രഖ്യാപനങ്ങളും ഉണ്ടായേക്കാം. പക്ഷേ എന്തായാലും കടുത്ത തീരുമാനങ്ങൾ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ നേതാക്കൾ, അതായത് ദേശീയ തലത്തിലുള്ളവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത്. അതായത് കോടതിയെ സമീപിക്കുന്നത്, അതായത് ഇപ്പോൾ മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാത്തൊരു വിഷയം അതിൽ ഒപ്പിടുന്നു. അപ്പോൾ അതിനെതിരെ കോടതിയിൽ പോകുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല. അതായത് കോടതിയിൽ പോകുന്ന കാര്യം ഇപ്പോൾ ആലോചിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. മന്ത്രിമാരെ പിൻവലിക്കുമോ, മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് പിൻവാങ്ങുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നാളത്തെ ഈ ചർച്ച കഴിയട്ടെ, അതുവരെ കാത്തിരിക്കൂ എന്നുള്ള മറുപടി മാത്രമാണ് ഇപ്പോഴും MA ബേബി ആയാലും D രാജയായാലും പ്രകാശ് ബാബുവിലും വ്യക്തമാക്കുന്നത്. പക്ഷേ CPI പറയുന്ന കാര്യമുണ്ട്. കേരള സർക്കാർ, അതായത് CPM ഇതിൽ നിന്നും പിന്നോട്ട് പോകണം, ഈ ധാരണാപത്രത്തിൽ നിന്നും പിന്നോട്ട് പോകണം എന്നുള്ള കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഇതിൽ PM ശ്രീ അതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും നടപ്പാക്കേണ്ടതില്ല തുടങ്ങിയിട്ടുള്ള V ശിവൻകുട്ടിയുടെ പ്രതികരണം എല്ലാം തള്ളിക്കളയുന്നുമുണ്ട്. അതായത് ആ MOUവിൽ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ഈ PM ശ്രീ അത് NEP നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഉപാധിയാണ് PM ശ്രീ, അതുകൊണ്ട് നടപ്പിലാക്കേണ്ടി വരും അത് പൂർണ്ണതോതിൽ എന്നുള്ള കാര്യമാണ് അതിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും ഈ ഈ ധാരണാപത്രത്തിൽ നിന്നും പിന്നോട്ട് പോകണം എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴും. അതെ, തീർച്ചയായിട്ടും CPI ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അവരുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. അപ്പോൾ വിമർശനം ഉയരുന്നുണ്ട്, നിലപാടിൽ നിന്ന് മാറില്ല എന്ന് പറയുന്നുണ്ട്. നാളെ ആലപ്പുഴയിൽ നിർണായകമായ യോഗം നടക്കാനിരിക്കുകയാണ്. അതിലും പല തീരുമാനങ്ങൾ, ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ള സൂചന പ്രകാശ് ബാബുവിന്റെ ഭാഗത്തു നിന്ന് പോലും ഇന്നത്തെ ദിവസം വന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇനിയും മുന്നിലേക്ക് നീങ്ങാൻ പോകുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്.